ഗൈസ് അങ്ങനെ ഒരു വർഷം പോയ പോക്കേ ഗൈസ്. ഒരു വർഷം മുമ്പത്തെ ഉത്സവം ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങളുടെ മുളങ്കാട് അമ്പലത്തിലെ 10ാം ഉദയ മഹോത്സവമാണിന്ന്. കഴിഞ്ഞ വർഷം ഈ ദിവസമാണ്. ഞാൻ ഇനി അങ്ങോട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ 4-5 വ്ളോഗേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ കൗണ്ടറുകൾ വരുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ എക്സ്പെക്റ്റഡ് ആണ്. എനിവേ നമ്മൾ ലേറ്റായി 6:30 ആവാൻ പോകുന്നു. പപ്പയും അമ്മയും എല്ലാവരും വെയിറ്റിംഗ് ആണ് ഗൈസ്. കഴിഞ്ഞ വർഷം ഞാൻ വ്ളോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വീഡിയോ എനിക്ക് തോന്നുന്നു 1,00,000 വ്യൂവിന് അടുത്തെങ്ങാണ്ട് ആയതാ. പാത്തു ഹായ്. ചെരുപ്പ് തട്ടിത്തരാമല്ലോ. ബാബോ ഇതാക്കാല് അല്ലല്ല അതൂര് ഓക്കെ കേട്ടോ. കാല് തുടക്കണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇട്ടോ ഗൈസ്. അങ്ങനെ പാത്തു ഇന്ന് മോഡേൺ ഡ്രസ്സിലാണ് ഗൈസ്, ട്രഡീഷണൽ അല്ല. നോക്കേ പാത്തു ഹായ് പറ. ഹായ് പറ. ഹലോ ഗൈസ് പറ. എന്താ എവിടെ പോകുന്നു പറ. തട്ടിയായിരുന്നു. കല്യാണി അത് ബീച്ചിലിട്ടുണ്ടോ പിന്നെ മണ്ണ് വരത്തില്ലേ? പിന്നെ ഉത്സവത്തിലാ? വാ ഡോൾസ് ലോഡ്സ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിലല്ലേ, കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓർമ്മയുണ്ടോ നിന്നെ? അല്ലേ? നീ എന്തോ പൂക്കിയത് തന്നെ അവിടെ എന്നിട്ട് വ്ളോഗിടെ ഇവരാരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗൈസ്. എനിക്ക് പ്രോത്സാഹനമില്ല. എടുത്തു വെച്ചത് ഞാൻ പോയാലോ ഗൈസ്. ബൈ ദ വേ നമ്മൾ ക്യാമറമാനെ കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഇതാണ് ലർഫാൻ എൻ്റെ ന്യൂ PR കം മൈ ബ്രദറാണ് ഗൈസ്. അപ്പം അവനാണ് ഇനി എൻ്റെ വ്ളോഗും അതുപോലെ എൻ്റെ പേഴ്സണൽ റീലുകളും എല്ലാം മാനേജ് ചെയ്യുന്ന അർഫാനായിരിക്കും. സോ അർഫാനെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലെല്ലാം കാണാൻ പറ്റും അല്ലേ? എന്താണ് അർഫാനെ 2 വാക്ക് നിന്റെ വക? 2 വാക്കേ പറയാമോ? അതിൽ കൂടുതൽ പറഞ്ഞ് ഇടിക്കും. നിനക്ക് പറയാൻ ആഗ്രഹമുള്ളൊരു 2 വാക്ക് എടീ. അപ്പം സമയം ലേറ്റ് ആയി, പിടിച്ചോ. ഞങ്ങൾക്ക് പോകണം ഗൈസ്. അല്ലല്ല, അവിടെ എല്ലാവരും വെയിറ്റിങ്ങാ. പാത്തുപ്പാ ഗൈസ്. എനിക്ക് സൗണ്ട് ഇല്ല. സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഞാൻ നാളെ കാലിക്കട്ട് വരാൻ പ്ലാനിങ് ഉണ്ട്. കാലിക്കട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു 3 ദിവസം കാലിക്കട്ട്, മലപ്പുറം, വടകരയൊക്കെ ഞാൻ ഉണ്ടാവും. അപ്പോൾ പോവാം. വേണ്ട കുഴപ്പമില്ല, ബാ പോവാം. പപ്പ എന്ന് വിളിക്കാവോ? പപ്പേ വെട്ടമുണ്ടോടാ? ഇല്ലേ നമ്മൾ സൺറൂഫ് ഓപ്പൺ ചെയ്യും ഗൈസ്. പപ്പ ചതിച്ച്. പപ്പ അവരെയും കൂട്ടി ഞാൻ അമ്പലത്തിലോട്ട് പോകാൻ വിചാരിച്ച പപ്പ പറയാം അങ്ങോട്ടും അല്ലേ ഗൈസ്. ഈ മുതിർന്നവരെ കൊണ്ട് ഞങ്ങൾ തോറ്റു ഗൈസ്. ഞങ്ങളൊരു ബിഗ് ബോസ് ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് കളയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം പുറത്തു വരണം. ഡോൾസിൻ്റെ എല്ലാ സ്വഭാവവും നാട്ടുകാരറിയും. എന്നെ അടുബേബിയുടെ സ്വഭാവം നാട്ടുകാരറിയാം. അതാണ് എനിക്ക് വേണ്ടത്. അടുവിൻ്റെ ഈ ഗുഡ് വില്ലൊക്കെ ഇപ്പം ഞാൻ കീറിത്തരാം. പാത്തു ആണെ ഭയങ്കര പ്രശ്നക്കാരിയാ ഇപ്പം. ഞാനൊരു വഴക്കുമില്ല, നീയാ വഴക്ക്. നോക്കിപ്പോ അമ്മാവാ. അമ്മാവ് നോക്കിയും പോത്തില്ല. ഗുരു ഹനാൻ ഷായെ പോലെ ഞാനൊരു പാട്ടുകാരനായാലോ? എന്താ അഭിപ്രായം അർഫാനെ? എന്താ നിന്റെ അഭിപ്രായം? ഇപ്പൊ സംസാരിച്ച് തൊണ്ട പോലുമില്ല. വേറെ ഹനാൻ ഷാ പോണത്. ഇറങ്ങി ഹനാൻ ഷാ പോണെങ്കിൽ ഞാനാവട്ടെ. പാടടി വെള്ളം കോരി കുളിപ്പിച്ചു പിന്നടിച്ചിന്റെ അയ്യ ചേട്ടാ. മാമാ നമസ്കാരം. അതെ അതെങ്ങനെ ജന്മനാ ചുമന്നിരിക്കുക കൊച്ചിന്റെ ചുണ്ട് ഗൈസ്. ഇതാണ് ഓക്കെ മാമൻ. ഓക്കെ ഫിനാൻസിന്റെ ഓണർ. അതെ, അവൻ എന്റെ ക്യാമറമാനാ. അതെ ഓക്കെ മാമ. ഓക്കെ നമ്മുടെ റീൽസ് ഒക്കെ കാണുന്നവര് ചില ഫാമിലി റീൽസിലൂടെ നിങ്ങൾ മാമനെ കണ്ടിട്ടുണ്ടാവും, പരിചിതമായിരിക്കും അല്ലേ? ലൈക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മാമ. ഇതാണ് സാർ മാമൻ. സാർ മാമ ഹായ് പറ. അതല്ല, ക്യാമറയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങള്. അതെ
ഒരു ചെറിയ ഗ്യാപ്പ് വന്ന് അത് കുഴപ്പമില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് കട്ട് ചെയ്യും, അത്രേ ഉള്ളു. അതെ, വെളുപ്പിച്ച് അപ്പൊ അപ്പുറത്തല്ലേ, അപ്പൊ അവിടുന്ന് അവന് അതിലെ വണ്ടി ഇറക്കാൻ പറ്റത്തില്ല മാമ. ഇർഫാൻ എന്തിടാ? ഇർഫാൻ അല്ല, അർഫാൻ. അതാ അർഫാൻ. അവൻ പ്രൊഫഷണൽ ആയി പോയി കുറച്ച്. എല്ലാവർക്കും കൂടെ പോവാം. പിന്നെ ഈ ദുബായ് പോയപ്പോ അർഫാൻ ഇല്ല ദുബായ് അവിടെ വേറെ ക്യാമറമാനാണ്. അർഫാൻ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് മാമിയാ? അവരിവിടെ ഇല്ല, അവര് തിരുവനന്തപുരത്താണോ? എന്തുവാ? ആ ശരി, ബാ ബാ. മെത്തക്കടയെന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നു ഇല്ലേ? കൂൾ ഫാം, അതെന്തൊരു ഫാമാ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കൂൾ ഫാം. മെത്തക്കടയ്ക്ക് അല്ല, മെത്തക്കടയ്ക്ക് ഇന്നവരായിരിക്കും കൂൾ ഫാം. ഓ അങ്ങനെ, കൂൾ ഫീൽ കിട്ടും. അതാണ്, അത് കൊള്ളാം. മെത്തക്കടയ്ക്ക് പുതിയ വാക്ക് കൂൾ ഫാം, നിങ്ങൾ മറക്കരുത്. വെൽച്ചിപ്പ് വേണ്ടോ, അപ്പുറം വരല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മൾ ട്രിപ്പ് അടിക്കുകയാണ് ഗൈസ്. ട്രിപ്പ് ആദ്യത്തെ ഫാമിലി ട്രിപ്പ് അടിച്ചു, ഇനി രണ്ടാമത്തെ ആളുകൾ ട്രിപ്പ് അടിക്കുന്നു. വൈശാഖില്ല ഗൈസ്, അതുകൊണ്ട് എനിക്കാണ് ജോലി. കയറ് ജഡ്ജില് ഇത്രയും വളയ്ക്കുന്നതിനുണ്ട്. മൂലക്ക് ഇത്രയും വണ്ടി ഇടിച്ചില്ലല്ലോ, കറക്റ്റായിട്ട് വളച്ചില്ലേ? സ്മാർട്ട് ബോയ്. പൂങ്കവേട്ടിലും പണ്ട് തൊട്ടു കണ്ടില്ലേ നമ്മള്? എവിടെ സ്ഥലം എവിടെയാ? കൊല്ലമാണോ? എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളൊരു വ്ളോഗ് എടുത്തപ്പോ തന്നെ കണ്ടല്ലോ, ഒരു വ്ളോഗ് റണ്ണിങ്ങാ. അപ്പൊ വീഡിയോയില് വരും. ശരി എന്നാ, ഓക്കെ. മോനെ അവിടെ ഭയങ്കര തിരക്കാണ്, അവിടെ പോയി. ഈ മുണ്ടൊന്നും ഉടുക്കാൻ പറ്റിയിരുന്നേ, അഴിഞ്ഞഴിഞ്ഞു പോവാ. യെസ്, ദിസ് ഇസ് ഞങ്ങളുടെ സ്വന്തം സാറു മാമി, ശശീല മാമി. എന്താണ്? അതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗൈസ്, പാത്തുവിന്റെ ചെരുപ്പിൽ മുള്ളെന്ന് ഗൈസ്. കുറെ നേരം കൊണ്ട് കരയണ്. എന്തോ നോക്കട്ടെ. മണ്ണാണ്, മണ്ണ്. മോനെ അവിടെ കിടന്ന് കളിച്ചില്ലേ, അതിന്റെ പരിപാടി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. അല്ലേ? അത് മതി. അങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറ. ഒരുപാട് സന്തോഷം കണ്ടതില്. ഇനി വീഡിയോസ് ഒക്കെ കാണണേ. അത് മതി. ശരി, ആണോ? ഓക്കെ ഗൈസ്, ഇന്ന് സാഗരമായിരിക്കും ഗൈസ്, നമ്മുടെ ഫോളോവേഴ്സിന്റെ സാഗരം. എന്തിന്റെ പേര്? ശ്രാവൺ അല്ലേ? ഇത് ശ്രാവണോട് ഹായ് പറഞ്ഞേ. ഗൈസ്, 10ാമത്തെ അന്ന് ഭയങ്കര തിരക്കാണ്, നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. ഹലോ, എന്താണ് വിശേഷം? എങ്ങനെയുണ്ട് ഉത്സവം? ഞങ്ങൾ ഏത് ഡയറക്ഷനിലോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഗൈസ്. സോ പപ്പ ഡയറക്റ്റ് ചെയ്തു ഈ വഴി പോവാൻ. നമുക്കിനി കുതിരയെ കാണണം, ഫ്ലോട്ട് കാണണം, ചെണ്ടമേളം കാണണം, DJ കാണണം. എടുക്കാനോ? 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും എടുക്കാനെ കൊണ്ട് വയ്യ. ഞാൻ വിയർത്ത് കുളിക്കും പൊന്നാ. വീശാനാണോ? ഗൈസ്, ഇമാരി മാർക്കറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഈ ചേച്ചി ഇത് കൊണ്ടുതന്ന് പപ്പ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് വീശിക്കൊള്ളാനാ. വീശുകയും ചെയ്യാം, ഇടയ്ക്ക് വായിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ സോളാറിൻ്റെ
ശരിക്കും ഒന്നും വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അടുവിന് ആളെ കിട്ടി ഗൈസ്. മാമൻ വന്ന് ഫസ്റ്റ് ചോദ്യം. പണ്ട് മാമന്മാരുമായിട്ട് ഉത്സവത്തിന് വരുമ്പോൾ ഞങ്ങളുടെ പരിപാടിയാണ് ഗൈസ് ഇത്. ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കുക. ഒരു പിരിവുണ്ട് ഉത്സവത്തിന്, ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ഉത്സവത്തിന് വരുമ്പോഴേ എല്ലാരും നമുക്ക് 100 രൂപ വെച്ചൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ വന്ന് കളിപ്പാട്ടമൊക്കെ മേടിക്കും. ഞാനും കിട്ടുമൊക്കെ. അതെ ഗൈസ്, എനിക്ക് ഇപ്പോഴും മാമ കളിപ്പാട്ടം വാങ്ങിച്ച് തരണം. പാത്തൂന് എന്താ വേണ്ടേ പറ. ബബിളാ? ബബിള്. ഹലോ, അതെ ആണല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് കണ്ടിട്ട് വീഡിയോസ്? ഇവിടെ അടുത്താണോ സ്ഥലം? കൊല്ലമാണ്. അടിപൊളി. എല്ലാ വർഷവും വരുമോ? വരും. അടിപൊളി. അപ്പൊ വീഡിയോസ് ഒക്കെ ഇനിയും സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. ബ്ലോഗ് വരും. ഓക്കെ ബൈ. എന്ത് വേണ്ട? ബബിൾ ഇപ്പൊ കളിക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ കളിക്കാൻ പറ്റുന്ന ബബിള് മാമ ഇത്. അത് പക്ഷെ വീട്ടിൽ ചെന്നാലേ കളിക്കാൻ പറ്റൂ. ഇവിടെ മൊത്തം വീണ്. ആ ഗൈസ്, എങ്ങനെ അടുവിന്റെ ആദ്യത്തെ കളിപ്പാട്ടം ക്ലോസ് ആയി ഗൈസ്. സെയിൽസ് ക്ലോസ്. അവള് ബബിള് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് എത്രാമത്തെ ബബിളാന്നറിയോ? അവള് ബബിള് മേടിക്കും, കളയും. ഞാനൊരിക്കലും ബബിള് മേടിച്ചിട്ട് കളഞ്ഞിട്ടില്ലെന്ന്. എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കുന്നത്. കുച്ചുങ്ങളാവുമ്പം ഉത്സവത്തിന് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതിനൊന്നും വലിയ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ മതി. അതെ, നെക്സ്റ്റ്. അടുത്തത് എന്താ വേണം? അപ്പ വിടളിയാ. കൊച്ചിന് കിട്ടുന്ന കളിപ്പാട്ടം ഇല്ലാതാക്കണം. സ്വന്തം അപ്പൂപ്പൻ കൊച്ചിന് കിട്ടുന്ന കളിപ്പാട്ടം ഇല്ലാതാക്കണം. വൺ ഓൺ ആൻഡ് നെക്സ്റ്റ് ഗോ. അടുത്ത ആൾ അടുത്ത കളിപ്പാട്ടം. അടുത്ത എന്തോ വേണ്ടത്? ഇപ്പൊ ഇവിടുന്ന് വേണ്ട, അപ്പുറത്ത് തോന്നിയത്. ഇവിടുന്ന് കുറെ ഉണ്ടാക്കും ഗൈസ്. കിട്ടിയ അവസരം ഉപയോഗിക്കാനുള്ള. അപ്പുറത്ത് മതി. ഹലോ ഹായ്. ഇന്ന് 1 മണിക്കൂറിലൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നില്ലടാ വ്ളോഗ്. ഹായ് ബ്രോ, എന്താണ് വിശേഷം? അഞ്ജലി അഞ്ജന പെട്ടെന്ന് പറഞ്ഞാൽ തലേ കയറാനുള്ള. കണ്ട ഉറപ്പായിട്ട് അറിയായിരിക്കും. ഓ പിന്നെന്താ. അഞ്ജലി അഞ്ജന ഏതാണ്? എനിക്കൊന്ന് പറഞ്ഞു തന്നെ. പിന്നെ തീർച്ചയായിട്ടും പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടാത്ത കേട്ടോ. ജയന്തി ചേച്ചിയുടെ മക്കള്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഓ ശരി. എവിടെ പേരെന്തായിരുന്നു? പ്രണവ്, പ്രിൻസ്. രണ്ടുപേരും ഹായ് പറഞ്ഞ ഞാൻ അങ്ങോട്ട് നോക്കിട്ട്. ഓക്കെ, അടിപൊളി. എവിടെ ഇപ്പൊ പഠിക്കുകയാണോ? വർക്ക് ചെയ്യാം. ശരി. അവിടെയാണോ? ട്രിവാൻഡ്രത്താണോ? സെറ്റിൽഡ് ആണോ? ശരി. ഓക്കെ, സന്തോഷം കണ്ടതിൽ കേട്ടാ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ വർഷം. ഓക്കെ, ഞാൻ ഇന്ന് വ്ളോഗ് എടുത്തപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ. 1 വർഷം പോയത് അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ വർഷം ഇതുപോലെ വ്ളോഗ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും താങ്ക് യുടാ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി അടുത്ത വർഷവും കാണാം നമുക്ക്. ഓക്കെടാ. ഇപ്പൊ കളിക്കാൻ പറ്റിയ വേറെ ചെറിയ സാധനം മേടിച്ചുകൂടായിരുന്നോ? അത് ഡ്രോൺ, അത് കളിപ്പാട്ടമല്ല. അത് ഇഷ്ടമാണ്. എന്താണ് മോളെ വിശേഷം? സുഖമല്ലേ? ആണോ? മോളുടെ പേരെന്തുവാ? അമൃത. ഒരു ഹായ് കൊടുത്തരാടാ. എവിടെ സ്ഥലം? എവിടെയാ? ചെറുമൂട്. എല്ലാ വർഷവും വരും അമ്പലത്തില്? അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഉത്സവം. പിന്നെ തീർച്ചയായിട്ടും. ആണോ? ഓക്കെ, അപ്പോ
ഹലോ, എന്താണ് വിശേഷം? എവിടെ സ്ഥലം എവിടെയാ? ആണല്ലേ. മോന്റെ പേര് അഭിജിത്ത്. ഇപ്രാവശ്യം കൊല്ലം പൂരത്തിന് അടിപൊളി ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ മിസ്സായി പോടാ. കൊല്ലം പൂരത്തിന് വരാൻ പറ്റിയില്ല. സത്യം എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആയി പോടാ കൊല്ലം പൂരം. കഴിഞ്ഞ വർഷം ഞാൻ മറ്റേ സാധനം കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സീനില്ല. നെക്സ്റ്റ് കൊല്ലം പൂരം കണ്ടോ ഗൈസ്? അറിയാം. ശരി ശരി ശരി. ഓ ഒരു മിനിറ്റ് പറഞ്ഞേ. എടുത്തെന്ന് തോന്നുന്നു. നോക്കി ആണല്ലേ. ഓക്കെ. ഞങ്ങൾ എപ്പോഴും നോക്കുമായിരുന്നു, അണ്ണന്റെ പ്രൊഫൈലിൽ നോക്കുമായിരുന്നു. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. പിന്നെ നമ്മള് കൊള്ളക്കാരില്ലേ? അല്ല. ആ ഹലോ മോളെ, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കണോ? എവിടെ ട്രെൻഡിലാണോ? മോളോ? ഒരു ഹായ് പറഞ്ഞേരം രണ്ടുപേരും. അതെ അതെ. കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ? എങ്ങനെയുണ്ട്? ആണോ? ചേട്ടാ എടുക്കണോ? ഓക്കെ ഓക്കെ. ഹലോ ഹലോ. ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടോ? ചിരിച്ചേ ചിരിച്ചേ. ഇവിടെയാണോ സ്ഥലം? കടപ്പാകട അല്ലേ മോനെ? മൂത്താളും ഇവന്റെ ചേട്ടനും ഉള്ളവരാ. ഞാനും അത് കഴിഞ്ഞ് അവനാണ് എല്ലാരും ഇതാക്കിയത്. ആണല്ലേ. ഒരുപാട് സന്തോഷം. ഇനിയും വീഡിയോസ് ഒക്കെ കാണാം. 4 ഫോണിനകത്തും ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ല. അത് പൊളിച്ച്. എങ്ങനെയുണ്ട് ഉത്സവം? അടിപൊളിയല്ലേ? എല്ലാ വർഷവും വരുമോ? ഹായ്, എന്താണ് വിശേഷം? ആണോ? കുട്ടി ഫാനിനെ കിട്ടിയിരിക്കുകയാണ്. അവിടെ നോക്ക്, അവിടെ നോക്ക്. കണ്ടോ? നല്ല ചിരിയല്ലേ? അല്ലേ? പേരെന്താ? അമൃത കുട്ടിയാണോ? ഓ, എത്രല്ല പഠിക്കണേ? ഇനി 3-ലാണോ പഠിക്കണേ? ഓക്കെ, അടിപൊളി. ചേട്ടന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? അപ്പോ എപ്പ കാണുന്നു? ആണോ? നേരിട്ട് കാണണമെന്ന് വിചാരിച്ചായിരുന്നോ? ഇന്ന് കാണുമെന്ന് വിചാരിച്ചായിരുന്നോ നമ്മള്? ആണോ? അപ്പൊ കണ്ടല്ലോ. പിന്നെന്താ? ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ കുഴഞ്ഞു ഗൈസ്. ചൂടാണ്. ഹലോ 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 ഹലോ. താങ്ക് യു. ശരി, മോൻ വന്നില്ല എന്നിട്ട്? ആ ഓക്കെ ഓക്കെ. ഇതല്ലേ ഷോപ്പ്? അപ്പൊ നിങ്ങളുടെ ഇതിപ്പുറത്ത്? ആ ശരി 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 ശരി. ഓക്കെ. ബൺമസ്കാണോ? അടിപൊളി. ഹലോ 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 ഹലോ. ഹായ് ഹായ്. ഹലോ. ഒരു ഹലോ ഹലോ ഹലോ. നമസ്കാരം. ബർത്ത്ഡേയുടെ വീഡിയോ ആണല്ലോ മാമ എപ്പോഴും കാണുന്നത്. ആണോ? മോളെപ്പോഴും കാണും ചേട്ടന്റെ. ആണല്ലേ? അമ്മയാട്ടോ ചേട്ടന്റെ ഏറ്റവും വലിയ ഫാൻ. പക്ഷെ ആൾക്കാര് യൂട്യൂബിൽ ഇൻസ്റ്റയിലും എപ്പോഴും കാണും. അമ്മയുടെ പേരെന്തുവാ? മീന. മീനാമ്മ. ഞാൻ സ്പെഷ്യൽ. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ മീനാമ്മയുടെ സ്പെഷ്യൽ അന്വേഷണം വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ല, മീനാമ്മയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കണം. ചോട്ടു. ഓക്കെ. എല്ലാവർക്കും, ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്റെ സ്പെഷ്യൽ അന്വേഷണം കാണാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഒരു ദിവസം നമുക്ക് നേരിട്ട് കാണാം. ആണ്. പക്ഷെ ഒരു വട്ടം ബ്രദർ ചേച്ചിയുടെ മോന് ഞാൻ കൂടെ ആള് ചേസ് ചെയ്യാൻ നോക്കി. പക്ഷെ ഒത്തിരി വട്ടം പുറകെ വന്നിട്ടുണ്ട്. പക്ഷെ കാണാൻ നമുക്ക് ഇനി ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചലഞ്ച് ഒക്കെ ചെയ്ത് കളയാം. നിങ്ങളുടെ വീഡിയോസിലൊക്കെ പങ്കെടുക്കുക. തീർച്ചയായിട്ടും. അത് കുഴപ്പമില്ല. എന്തായാലും ഒരു ദിവസം മീറ്റ് ചെയ്യും. ഈ വ്ളോഗ് വരും. അപ്പൊ അതിൽ അമ്മയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് പറയണം. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ സുന്ദരി ശരി ഓക്കെ ചൂട് ഗൈസ് ചൂട് 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 അർഫാന്റെ കൈ കിടക്കുന്നെന്ന് തോന്നുന്നു കുറച്ചു നേരം ഞാൻ പിടിക്കുക എന്താ അർഫാനെ കൈ കിടക്കുന്നതാണോ ഇതുവരെ ഏതെങ്കിലും ഒരു ഇത് വന്നാ ഒരു സാധനവും വന്നില്ലല്ലേ നേരത്തെടാ അല്ലല്ല അത് അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഈ അമ്പലം ചുറ്റി എല്ലാം പോകുന്നത് അത് ശരി ആ പണി തുടങ്ങി അതോ പോയി അടുത്ത കളിപ്പടം വേണ്ടിയിട്ട് കിട്ടുന്ന ചാൻസ് ഉപയോഗിച്ചോ അവിടെ അല്ല എന്നെ എന്റെ അടുത്തുനിന്നല്ല മാമന്മാര് വാങ്ങിച്ചു തരും ഡാഡി തരാം നമ്മൾ ഇവിടുന്ന് മറ്റേ കുതിരയൊക്കെ വരും കുതിരയെ കണ്ടിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി അവിടെ വീണ്ടും പോകും അപ്പൊ എന്നെ മോനെ വാങ്ങാം കേട്ടോ സത്യമായിട്ട് വാങ്ങാം പിന്നെ എത്ര കളിപ്പാട്ടം കിട്ടുമെന്ന് അറിയോ അതുകൊണ്ട് ഓരോരുത്തർ ഓരോ കളിപ്പാട്ടം മേടിച്ചു തരും മാമൻ 1 2 3 4 5 6 ഒരു പരിപാടി നടക്കത്തില്ല കൊച്ചു കളിപ്പാട്ടം മേടിക്കും അത്രേ ഉള്ളൂ കവർ ഇട്ടൊക്കെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി ആ അല്ല അവക്കേ ഇവിടെ ചോയ്സ് കുറവാ കുറച്ചുകൂടെ ചോയ്സ് അവിടെ മക്കളെ നമുക്ക് അങ്ങോട്ട് പോയാലോ ചോയ്സ് ഉള്ള എടുത്തോട്ട് കളിപ്പാട്ടം മേടിക്കട്ടെ വെച്ച് പപ്പ സമ്മതിക്കൂലേ കൈസ് എതിരെ ഫസ്റ്റ് കളിപ്പാട്ടം ഇവക്ക് കിട്ടുന്ന കളിപ്പാട്ടം വെച്ചോടെ എനിക്ക് കളിക്കേ കമോൺ അത് നല്ല കളി പിന്നെ കറങ്ങാൻ പറ്റില്ല വണ്ടി വന്നാൽ കറങ്ങി വരാം മോള് പറയുന്ന എന്താണെങ്കിലും മേടിച്ചു അതാണ് അതാണ് കയ്യടിയോട് മാസ് ഹലോ കണ്ടോ അച്ഛൻ എന്താ സമാധാനം കൊടുക്കാൻ മിക്ക കുഞ്ഞുങ്ങള് വീട്ടിൽ കൊണ്ടുവന്നോ എന്താ അച്ഛന് സമാധാനം കൊടുക്കാത്ത ഓടി വന്നാ പോരെ എന്റെ അടുത്ത് എന്താ പേര് ശിവ ഓ അടിപൊളി പേരാണല്ലോ ശിവ എത്രല്ല പഠിക്കണേ ഇനി 2-ലാ ഒന്നൊക്കെ കഴിഞ്ഞ് ഹായ് പറഞ്ഞ ശിവ എവിടെ ഇവിടെ അടുത്താണോ ഏട്ടാ സ്ഥലം മോളെത്രല്ല ഇനി 7th-ലോ ശരി ശരി ഓക്കെ അപ്പൊ ഉത്സവം അടിച്ചു പൊളിക്ക് ഹൈഫൈ അയ്യോ അയ്യോ ടൈമർ ഓക്കെ താങ്ക് യു ഒരു സന്തോഷം വേറെ ഒരുപാട് കളിപ്പാട്ടം അതെ ആ ബോൾ വേണോ അല്ല ആലോചിച്ചോ ആ ബോൾ വേണോ മേടിക്കുമ്പോ കുറച്ച് കൂടിയ സാധനം മേടിച്ചോ കൂടിയത് വേണമെങ്കിൽ കൂടിയത് ഗൈസ് അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ആളാണ് ഈ നിൽക്കുന്നത് ഞാൻ അന്വേഷണം പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അതെ അപ്പൊ ആൾ ഓടി വന്ന് കൈതാണ് നിമിഷ നേരം കൊണ്ട് അമ്പലത്തിലെത്തി ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം ഈ സ്നേഹം സപ്പോർട്ട് ഇനിയും തുടരുക സുഖമായിട്ടിരിക്കണല്ലേ ഓക്കെ ഉത്സവം വന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ അനിയന്റെ വീട്ടിൽ നിൽക്കുവായിരുന്നു ഞാൻ പറഞ്ഞ കണ്ടിട്ടേ ഉള്ളത് നമ്മളെ നാട്ടിലുള്ള ഇവിടെ അല്ലേ മോന്റെ വീട് ഇവിടെ ആ ഇവിടെ മണൽ ക്ഷേത്രത്തിന്റെ അടുത്താണ് അപ്പുറത്താണ് കുടുംബം ഇവിടെ നെല്ലുമുക്കിലതാണ് ആണല്ലേ അന്നില്ലേ തേങ്ങാ മുമ്മയുടെ ആ അതൊക്കെ ഞാൻ പെട്ടെന്ന് പോലും തന്നെ അതൊക്കെ പെട്ടെന്ന് പോകുന്ന വഴിക്ക് കാണുമ്പോ അങ്ങ് ഇറങ്ങുന്ന കാണുന്ന ഇറങ്ങും അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എത്രയോ വട്ടം പോയി കാണുമ്പോഴേ ഇങ്ങനെ ഇറങ്ങുന്നേ ഇല്ലേ അവരെ അപ്പൊ വീട് ഇവിടെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പൊ ഉമ്മ തന്നെ പറയുന്നേ ഇങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ നല്ലതേ പറ്റുള്ളൂ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ നാട്ടിനോട്ട് മറ്റേ താഴെ നമ്മളെ 2-ാം കുറ്റിയിൽ ഫർണിച്ചർ ഷോറൂമിൽ നിന്നായിരുന്നു ഓണത്തിന്റെ ഓഫർ ഞാനോ 2-ാം കുറ്റിയിലില്ല ഇവിടെ നമ്മുടെ ഇവിടെ ഡൊമിനോസ് മയൂരി ഞാൻ അതിന് ബസ്സിൽ ഇരുന്നപ്പോ ആണല്ലേ മയൂരി ഓക്കെ അപ്പൊ ഇനിയും കാണൂ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടാ ഓക്കെ താങ്ക് യു ഇയാള് ഭയങ്കര
ആരാധകയാണ്. ആണോ? ഹലോ, അവിടെ നോക്കി, അവിടെ നോക്കി, അവിടെ നോക്കി. ഞാനൊരു പഴയൊരു ഫോട്ടോ കാണിച്ചു അമ്മയെ എടുക്കാം. ആണോ? നോക്കട്ടെ, കണ്ടപ്പോ ഞാനൊരു പറയും ചെറിയ വിശ്വാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടായിരുന്നു. ആണല്ലേ? അന്ന് എടുത്ത ഫോട്ടോ ആണോ? രക്ഷയില്ല ഗൈസ്. ഒന്നുകൂടെ പറഞ്ഞേ, വിട്ടു. അത് കാണിച്ചു കൊടുത്ത് എങ്ങനെ പറഞ്ഞു? കാണിച്ചു തന്നെ എങ്ങനെ പറയാ? ഓ, അത് അടിപൊളി കേട്ടോ. നീ വയ്യ. ആ, ഇത് നമ്മുടെ മറ്റേ ഹോട്ടലല്ലേ? ശരി. ഒരു ദിവസം രാത്രിയിലല്ലേ? മനസ്സിലായി. ഇത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ആക്ഷൻ കാണിച്ചപ്പം എങ്ങനെ കാണിച്ചേ? ഒരു കാര്യം കാണിച്ചു തരട്ടെ, നോക്കിക്കോണേ. അത് കാണിച്ചെടുത്തേ. എങ്ങനെയാ കാണിച്ചെടുത്തേ? ഒരു വട്ടം വീഡിയോയില് വരും. എങ്ങനെയാ? അങ്ങനല്ല, നേരത്തെ കാണിച്ചു. വീഡിയോയിലുണ്ട്. അടിപൊളി കേട്ടോ, നല്ല കുട്ടി. വലുതായിട്ട് വരുമ്പോ ചേട്ടനെ പോലെ ഒരു വ്ളോഗറായി മാറുമോ? അതിലൊരു സംസാരമല്ല. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഉത്സവിച്ചു വിളിക്ക്. വീർത്ത് കുളിച്ച് ഞാൻ കുളിച്ച്. ഓ, ആ ബലൂൺ കണ്ടാ? ഇതോ കൊണ്ടേ പോയിക്കണ ബലൂൺ കണ്ടോടാ? ഇത് ബണ്ണസ്കയാണോ? ഓക്കെ, താങ്ക് യു. പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നമുക്ക് സെൽഫി എടുക്കാമോ? ഞാൻ എടുക്കണോ? എല്ലാരും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. പോയാ അങ്ങനെ ഞാനും പാത്തുവും അമ്പലത്തിൽ നടുക്കൂടി ഞങ്ങൾ റൗണ്ട് അടിക്കാൻ പോവാണ് ഗൈസ്. ചൂട് ഒരു രക്ഷയില്ല മക്കളെ. ഡോൾസ് എങ്ങനെയുണ്ട് ചൂട്? ഡോൾസ് കുഴഞ്ഞു ഗൈസ്. അവളെ ഞാൻ പിടിച്ചോളാം, നീ ഫ്രീ ആയിട്ട് നിന്നോ. മോനെ കൊട, ഓലക്കൊട. അതെ. ഹായ് സുന്ദരി. മോടെ പേരെന്തുവാ? ശ്രേയ. ഇവിടെ അടുത്താണോ സ്ഥലം? ഓക്കെ. ഉത്സവത്തിന് വെച്ച് ഞാൻ ഫോളോ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ലോൺ എടുത്ത് ഇറക്കേണ്ടി വരും സാധനം. എന്തോ ഓ ചേട്ടാ, സന്തോഷം കേട്ടാ. അപ്പൊ എന്തായാലും സന്തോഷം. എവിടെയാ സ്ഥലം? എവിടെയാ? തിരുവല്ലാറാണ്. ഓക്കെ, ഹായ്. എല്ലാരും ഒരു ഫാമിലി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, എല്ലാരും വീഡിയോസ് കാണും. നമുക്ക് പുറത്തവിടെ വെച്ച് കാണുമ്പോൾ അടിച്ചു പൊളിക്കാം. ഓ, പിന്നെന്താ തീർച്ചയായിട്ടും. ആ പാത്തു വാ, ഇവിടെ കയറുന്നോ? ഓക്കെ ചേട്ടാ, താങ്ക് യു ഗൈസ്. ഓക്കെ, ബൈ. ഗൈസ് ഒരു രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം ചൂട്. ചേട്ടാ നമസ്കാരമുണ്ട്. ഗൈസ് ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്. ഒന്നാമത്തെ കാര്യം അത്. അതിനിടയ്ക്ക് അതെ ഗൈസ്, ഇപ്പൊ കണ്ടില്ലേ ഒരു ഫാമിലി മൊത്തം എൻ്റെ അടുത്ത് ചോദിച്ചു ഇഷ്ടം ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ കറങ്ങി തിരിഞ്ഞ ഒരു ദിവസം കാണും. അന്ന് ചിലപ്പം ഏറ്റവും വലിയ സാധനം ആയിരിക്കും കേട്ടോ.
ഓക്കെടാ ഗൈസ്, ഫൈനലി വരുന്നുണ്ട് നമ്മുടെ ഉത്സവത്തിന്റെ ഫ്ലോട്ടുകൾ ഓരോന്നായി വരുന്നുണ്ട് ഗൈസ്. ഇത്രയും നേരം വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചെല്ലാം കഴിഞ്ഞു കാണോ. ഫസ്റ്റ് ഫ്ലോട്ടാ. ഡാൻസ് കളിക്കാം, ഡാൻസ് കളിക്കാം, നമുക്ക് ഡാൻസ് കളിക്കാടു ഫ്ലോട്ടിന്റെ ഫ്രണ്ടിൽ. അതെ അതെ ഓക്കെ. അവിടെ പോയി കളിക്കാം ഫ്ലോട്ടിന് മുമ്പിൽ. ഇവിടെ നിന്ന് കളിക്കാൻ ആർക്കും പറ്റും. ഫ്ലോട്ടിന് മുമ്പിൽ കളിക്കാൻ പറ്റുമോ ധൈര്യത്തോടെ? എന്തുവാ കളിപ്പാട്ട് അവിടെ അവിടെ ഇരിക്കും. തരും ഗൈസ്. ബബിളാണ് അടുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം. അവൻ്റെ ബോഡിയൊക്കെ നമ്മുടെ ചേട്ടന്മാരാണ് എല്ലാം. കൊറേ ഫ്ലോട്ട് പോയി. അയ്യപ്പന്റെ പുലിയൊക്കെ തിരി വരും. അയ്യപ്പന്റെ പുലിയൊക്കെ ഉണ്ടാ. പിന്നെ അയ്യപ്പന്റെ ഫ്ലോട്ടിന്റെ ബാക്കിൽ രണ്ടുപേരും എത്തി നോക്കണം. പൊങ്ങണ് ഗൈസ്, പൊങ്ങണ്. എന്തോ പൊങ്ങണ്. കാളി ഒരു രക്ഷയില്ല കേട്ടാ. കാളിയൊക്കെ ഏതോ കാളി എണീക്കടി. സീൻ സീൻ കാളി. ഇത്ര നേരം കണ്ടതിൽ ഏറ്റവും നല്ല ഫ്ലോട്ട് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? പാത്ത് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുന്നില്ല. കഥകളി വേഷങ്ങൾ ഈ തിരുവുത്സവത്തിന് മാറ്റിക്കൂട്ടുന്ന പേര് അവനെന്നെ ആക്കിയതാണോ അറിഞ്ഞൂടെ? എന്നാലും ചുമ്മാ കൈ തരാന്ന്. ഓക്കെടാ മോനെ, താങ്ക് യു. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി.
ഇപ്രാവശ്യം മനസ്സിലായല്ലോ. ദൂരേന്ന് കണ്ടിട്ട് പേരൊന്നും പോണേ ബാക്കിയാ. ഇവിടെ സ്ഥലം ഞങ്ങൾ ആലപ്പുഴയില് അമ്മയുടെ വീട്. ശരി ശരി. എല്ലാ വർഷവും വരുമോ? അതായി പറ. ഒരുപാട് സന്തോഷം കണ്ടതില്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നതിന് എപ്പോഴും കാണും. ആലപ്പുഴക്കാര് നമ്മുടെ ഫോളോവേഴ്സ് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മളെ കണ്ടിട്ട്. ആലപ്പുഴയിലോട്ട് വരുന്നുണ്ട് അടുത്ത ആഴ്ച മണി ബോക്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എല്ലാം കേട്ടോ. ഫ്രണ്ട്സിന് ഫാമിലീസ് എല്ലാം തരാം. അന്വേഷണം പറയും. കിളവി Hello. How do. അറിയാവോ? മുളങ്കാടാണ്. അടിപൊളി അടിപൊളി. ഉത്സവം അടിച്ചു വിളിക്കല്ലേ? അനിയിപ്പോ വന്നോളൂ. ഹാൻസം അർഫാൻ, ഹാൻസം. അർഫാൻ കുഴഞ്ഞറ വീഡിയോ എടുത്തു. ഹാൻസം ഗൈസ്. അത് കൊള്ളാല്ലേ? ഹലോ ഹലോ. എല്ലാരും കിട്ടണല്ലേ? ഓക്കെ, താങ്ക് യു. എവിടെ സ്ഥലം? എവിടെയാ? ആനന്ദലീശ്വരം. എൻ്റെ വൈഫ് എവിടെയാ? ആനന്ദലീശ്വരോ അറിയോ? കണ്ടോ? അവർ ആനന്ദലീശ്വരം. ഓക്കെ, ബൈ പറഞ്ഞിട്ട് നോക്കോ. വ്ലോഗ് വരും കേട്ടോ, കാണണേ. രമ്യ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തിച്ചേരണം എന്നറിയിക്കുകയാണ്. രമ്യ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തിച്ചേരണം എന്നറിയിക്കുകയാണ്. സാധനം കേട്ടോ. എന്നെ കാണിച്ചേ. ശരിക്കും ഈ ഫ്ലോട്ടില്ലേ, ഫ്ലോട്ടെല്ലാം വേറെ ലെവലായാല്. പണ്ടത്തെ പോലെ ഒന്നല്ല ഫ്ലോട്ട്. എല്ലാം അങ്ങ് ഭയങ്കര ഒരു രക്ഷയില്ല. അതൊക്കെതാ ഒരു രക്ഷയില്ല. ടീച്ചറാ ഒന്നൂടെ. കമോൺ. ഇത് മതി. ഇതെന്ത് ഉടുപ്പൊക്കെ അവിടെ പോയി? ആ ഉടുപ്പൊക്കെ അവിടെ പോയി. ഉടുപ്പ് തകർത്ത് ഡാൻസ് കളിച്ചിട്ട് വരാൻ ചെയ്യാൻ തോന്നല്ലോ. ഹലോ 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 ഹലോ. ഹായ് ഹായ് ഹായ്. ഏയ് കൊള്ളാലോ, ഉടുപ്പ് കൊള്ളാലോ. അടിപൊളി. താങ്ക് യു താങ്ക് യു. നമസ്കാരം ഉണ്ട്. ഞാൻ ഇപ്പൊ കണ്ടല്ലോ നിന്നവിടെ അല്ലേ? ആണല്ലേ? ആണോ? കണ്ടിട്ടുണ്ടോ? അടിപൊളി. നിങ്ങളെല്ലാരും അല്ലേ ഡാൻസ് കളിച്ച് പോയേ? അടിപൊളി. കണ്ടായിരുന്നു. അടിപൊളിയാണ്. ചേട്ടാ നമസ്കാരം ഉണ്ട്. സാറല്ലേ? ആ ഉണ്ടല്ലോ. അപ്പൊ പൊളിക്ക്. സാറാവട്ടെ. കൊഴിക്കട്ടെ. ഓക്കെ ഓക്കെ. ശരിയേട്ടാ. ഓക്കെ ഏട്ടാ. ബൈ.
കൈ ഒന്ന് തുണച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അവിടെ ഒരു മിനിറ്റ് കയ്യിലായി ഒരു മിനിറ്റ് എല്ലാരും വിളിക്കുവോ ഡാൻസ് കളിക്കാൻ പാത്ത് വന്നാണല്ല ഞാൻ ഇറങ്ങിയാണ് കണ്ടോ വേറെ ലെവല് തലയെ കാട്ടുണ്ടാ എങ്ങനെയുണ്ടോ രക്ഷയില്ലല്ലേ പത്താമതേ ഉത്സവരാകുക ഭക്തിസാധനമാകുവാൻ അതിനെ പിടിച്ചാർത്തുപകരുവാൻ നിങ്ങളുടെ എവിടെയും മഹനീയ സാന്നിധ്യം എല്ലാ കെട്ടുകാഴ്ചകളും അത് കാളയാണോ കാള അതും എണീക്കും മാറ്റി കിരീടം തൂക്കം എന്ന ഭക്തിനിർഭരമായ ഭക്തിസാന്ദ്രമായ ഈ പുണ്യകർമ്മത്തിനുള്ളതിനാൽ നിങ്ങൾ എവിടെയും സമീപിക്കുന്നു അടിപൊളി അത് നല്ല രസമുണ്ട്. അങ്ങനെ എന്റെ ഫോണിന്റെ ചാർജ് തീർന്ന് 7%. അർഫാന്റെ ഐഫോൺ എടുത്തിട്ടുണ്ട് 17 Pro. അങ്ങനെ ഫൈനലി കുതിര വന്നിരിക്കുകയാണ് ഗൈസ്. സീൻ സാധനം കാണിച്ചു കൊടുക്കും. ചേട്ടന്മാര് വലിക്ക് നോക്കടാ. ഓ മോനെ വലിക്കാൻ കൊതിയായിട്ട് പാടില്ല. കുതിര ഓ സീൻ ഭയങ്കര ഡേഞ്ചറസ് അറിയോ കുതിര. കുതിരയുടെ മുഖം കാണിച്ചോടാ. അതാണ് കുതിരയുടെ പിന്നമ്പറം. നോക്കുമ്പോളൂ കുതിരയുടെ പിന്നമ്പറം കണ്ടോ എങ്ങനെയുണ്ട്. അത് മനസ്സിലാക്കണം. പ്രശ്നം കഴിഞ്ഞ കൊച്ചു പിള്ളേർ ഊടുമ്പോ അപ്പൊ ഞാൻ എടുക്കാം ഉറപ്പായിട്ടും സുഖമായിട്ടിരിക്കണേ ചേച്ചി സുഖമല്ലേ? എടുത്തോ മോളെ. ഓക്കെ ആണോ? മോളുടെ പേരെന്തോ? ഓക്കെ ടാറ്റാ.
അവന്തിക അടിപൊളി. അവന്തിക ഒരു ഹായ് കൊടുക്ക അവിടെ. നോക്കാട്ടോ ഗൈസ്. അടി ഗൈസ്, അടി. എന്തിനാണോ ഈ ഉത്സവത്തിനൊക്കെ വന്ന് അടി ഉണ്ടാക്കുന്നത്? വേറെ പണിയില്ലേ ഗൈസ് അടി ഇടി ഉണ്ടാക്കാനായിട്ട്? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ തൊട്ട് നമ്മൾ ഇടിയും ഗൈസ്. ഇടി ഉണ്ടാക്കണം ഗൈസ്. ഉത്സവത്തിൽ തന്നെ എൻജോയ് ചെയ്യണം, വൈബ് അടിക്കണം. നോ ഇടി നോ അടി. പപ്പ അമ്മ ഇവിടെ ഇവിടെ ഉണ്ട്. ഓക്കെ സെക്കൻഡ് ടൈം. ഓക്കെ അല്ലേ? ആ ഗൈസ്, എങ്ങനെ നമ്പർ 2? ഹലോ, സുഖമല്ലേ? എന്താണ് വിശേഷം? താങ്ക് യു. എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ? താങ്ക് യു താങ്ക് യു. ഉഷാറാക്ക്, ഉത്സവം അടിച്ചു പൊളിക്ക്. ആ ഇത് മോളോ. അത് ഓക്കെ അല്ലേ? ആ ചാർജർ ഉണ്ട്, ചാർജർ. എന്തോ എന്തോ എന്തോ. ഹലോ, നമസ്കാരം. സുഖമല്ലേ? ഉത്സവമൊക്കെ അടിച്ചു ഒരായി പറഞ്ഞേരാ അവിടെ. ശരി എന്നാ ഗൈസ്. അങ്ങനെ നമ്മൾ പാത്തുവിനെ പപ്പയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഡോൾസ് വരൂ, നമുക്ക് ഡാൻസ് കളിക്കാം. കമോൺ. അവിടെ ചെണ്ടമേളം ഉണ്ട്, അല്ല ബാൻഡ് മേളം ഉണ്ട്. കമോൺ. അവിടെ ഒന്നുമില്ല, ഇവിടെയാണ് കളി. കമോൺ, കം വിത്ത് മീ. സുഖമല്ലേ? പരിപാടി ആണോ? എവിടെ ഉണ്ട്? അവിടെ ഉണ്ടാ? വാ കാണാം. ഉഷാർ ഉഷാർ ഉഷാർ. അടിപൊളി അടിപൊളി. ഹലോ ഹലോ ഹലോ. ഹായ് ഹായ്. എന്താണ് വിശേഷം? ഇത് വൈഫാ? നിങ്ങൾ അച്ഛനും അമ്മയല്ലേ? നിങ്ങള് ആണോ? കഴിഞ്ഞ ഉത്സവത്തിനാണോ അതോ? ആ ആ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബോക്സ് ഉണ്ട്, അതുമായിട്ട് ഒരു ദിവസം കാണാം. മണി ബോക്സ് ആയിട്ട് ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. എനിക്ക് 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 ഓക്കെ. താങ്ക്സ് അണ്ണാ. താങ്ക് യു. ഇടും 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 100%. ഓക്കെ എന്നാ കേട്ടോ. ഓക്കെടാ. ഹായ്, സുഖല്ലേ? എന്താണ് വിശേഷം? അടിപൊളിയല്ലേ? ഓക്കെ, പോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. കാണാട്ടോ. ഇപ്പൊ എനിക്ക് വേണ്ട മീ, ഞാൻ ഓക്കെ. നിങ്ങൾക്ക് ആർക്കെല്ലാം ഐസ്ക്രീം വേണോ? കഴിച്ചാ? ഡോൾസ് ഐസ്ക്രീം വേണോ? അടി എന്തോ
കറങ്ങി നടന്നങ്ങ് തിന്നുവല്ലയോ. അവിടെ ഇരിക്കുന്നു പപ്പയും മാമാരോട് ഇപ്പൊ ഏൽപ്പിച്ചിട്ട് ഞങ്ങള് പപ്പ എന്റെ അടുത്ത് പറഞ്ഞ് എന്തോ പറ്റിയെന്ന് പറയുമ്പോ ഒന്ന് കറങ്ങിട്ട് വരെ. ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. ആണോ? ഉറപ്പാണോ? എന്നാ ഓക്കെ. എന്താ മോടെ പേര്? ദേവനന്ദ. ദേവനന്ദ ഹായ് ഹലോ. എന്ത് ചിരിയാണോ ഇത്? ക്യൂട്ട് ചിരിയാണല്ലോ, നല്ല ക്യൂട്ട് ചിരിയാണല്ലോ. ചിരി എനിക്ക് തരുമോ? ചിരി എനിക്ക് തരുമോ പ്ലീസ്? വീട്ടിൽ കൊണ്ടാക്കാനാ. ചിരി തരുമോ? എടുത്തോട്ടെ? എടുക്കട്ടെ? ചിരി കൊണ്ടുപോകണേ. വേണ്ടേ? അമ്മയാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത്. പക്ഷെ അമ്മ വന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ, മക്കളാണ് വന്നത്. സുഖല്ലേ ചേച്ചി? ഓക്കെ ടാറ്റാ. മോൾ അപ്പുറത്തിരിപ്പുണ്ട്. ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാനിപ്പോൾ അവിടെ ആക്കിയിട്ട് ചുമ്മാ ഇറങ്ങിയതാ. ചിരി പോക്കറ്റ് വെച്ചിട്ടുണ്ട്. എന്നാ ചിരി തിരിച്ചെടുത്തോ. വേണോ? ഞാൻ എടുത്തോട്ടെ ചിരി? വേണ്ടേ? എന്നാ കയ്യിൽ നിന്നാ ചിരി. എന്നാ താഴെ പോവും, പിടിച്ചോണം. ഇടട്ടെ? 2 കൈ വെച്ച് പിടി, ഇല്ല താഴെ പോവും. നല്ല സുന്ദരി ചിരിയല്ലേ? പിടിച്ചു. ആ കൈ വെച്ചോട്ടാ. എന്നെ പറ്റിച്ചത്. ടാറ്റാ ബൈ ബൈ. ഹലോ എന്താണ് വിശേഷം? ബാ ഫോട്ടോ എടുക്കാം. താങ്ക് യു. ടാറ്റാ. പെട്ടെന്ന് കിട്ടണല്ലോ. എന്തായിരുന്നു സംഭവം? ഓക്കെ സന്തോഷം ഗൈസ്. അങ്ങനെ എന്തോ ഹലോ ബ്രോ, നമസ്കാരമുണ്ട്. ഹലോ ഹായ്, എന്തുണ്ട് വിശേഷം? ഉത്സവമൊക്കെ ഉറപ്പായിട്ടും. താങ്ക് യു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഹായ്, മുട്ട അടിച്ചാ? ഓക്കെ ബ്രോ, ഒരുപാട് സന്തോഷം കേട്ടാ. ഇവിടെ സ്ഥലം അഞ്ചാലും. ശരി ഓക്കെ ഗൈസ്. അപ്പൊ ഇന്ന് ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. മൊത്തം നമ്മുടെ ഫോളോവേഴ്സും ഒക്കെയാണ്. ഇനി നേരെ പോസ്റ്റ് പരിപാടിയുള്ളൂ. വന്നപ്പോഴേ ഞാൻ അടുപ്പേപ്പി എടുത്ത് പറഞ്ഞായിരുന്നു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാന്ന്. പാത്തോന് എന്തോ ഇപ്പൊ പറ എന്തോ വേണ്ടതെന്ന് ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം ഒരുവിധം ഒതുങ്ങി. ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഗൈസ് അതിനകത്ത് ചാടി. മൊത്തം നമ്മുടെ ഫോളോവേഴ്സാണ്. ഞാൻ ചത്ത് ഗൈസ്, പടമായി. ഇനി അടുബേബിയുടെ ടൈമാണ്. പാത്തോന് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ പോവാണ്. അത് പറ്റത്തില്ല, പാർക്കിൽ കളിക്കാൻ പറ്റത്തില്ല. എന്തോ പറ ഏനാത്ത എന്തോ. ഹലോ എന്താണ് വിശേഷം? പിന്നെന്താ എടുക്കാലോ? ഞാൻ എടുക്കണോ? ആണോ? ഇപ്പുറത്ത് വരാമോ? ഓക്കെ ഏതാ? ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു. എന്തോ ഇല്ല, പെട്ടെന്ന് കിട്ടണില്ല. അറിയാം. എന്റെ ഫോളോവേഴ്സിന്റെ എല്ലാം എനിക്കും അറിയാം. സന്തോഷം. എന്താണ് സുഖം? ഉത്സാഹം ഉണ്ട്. അടിച്ചു പൊളിച്ചാ? എന്നെ മണൽ ക്ഷേത്രത്തിന്റെ അടുത്താണ് കുടുംബം. മുളങ്കടവാണ് നമ്മുടെ അമ്പലം. കൊച്ചുനാള പോലെ ഈ മുറ്റത്ത് കളിച്ചോളാം. എന്തോ ഹലോ എന്താണ് സുഖല്ലേ? ഓക്കെ ഏട്ടാ, പരിപാടിയൊക്കെ ഉഷാറാണ്. എല്ലാരും വ്ളോഗ് വരും. എല്ലാരും ചേച്ചി ഒരു മിനിറ്റ് എടുക്കാം ഫോട്ടോ എടുക്കാം. വ്ളോഗിൽ എല്ലാരും ഉണ്ടാവും കേട്ടോ. ഓക്കെ താങ്ക് യു. ബാബോ ഓക്കെ ഏട്ടാ. ബാബോ ആണോ? ഫോട്ടോ എടുക്കണോ? എടുക്കാലോ. എന്തോ പേരെന്തോ? മൃദുൽ. ഓക്കെ വാ എടുത്തോ. ഫോണുണ്ടോ അതോ ഇതിലെടുത്താ മതിയോ? ഫോട്ടോ വേണ്ട, വീഡിയോ വരും കേട്ടോ. ആണല്ലേ? ഒരുപാട് സ്നേഹം. എന്റെ പേര് വിഷ്ണു എന്നാ. ആശ്രമം തന്നായിരുന്നു.
അമ്മ ഒരുപാട് സ്നേഹം. എവിടെയാ സ്ഥലം? എവിടെയാ? ആശ്രമമാണ് അല്ലേ? ശരി 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 ശരി. ഓക്കെ, അപ്പൊ ഒരു ഹായ് പറഞ്ഞേരാ. അവിടെ എവിടെ ക്യാമറയില്? ശരി എന്നാ ഹായ് പറഞ്ഞോ. വീഡിയോ വരും കേട്ടോ. ഓക്കെ. ആ അടിപൊളി. പേര്? ഹരിത. ഓക്കെ. ഇവിടാണോ? സ്ഥലം എവിടെയാ? ആ അടിപൊളി. ഉത്സവമൊക്കെ അടിച്ചു പൊളിച്ചാ? ഓക്കെ. എനിക്കും നിങ്ങളെയൊക്കെ കാണുന്നതാണ് നമ്മുടെ സന്തോഷം. കാരണം സ്ക്രീനിൽ കറങ്ങി തിരിച്ച ഒരു ദിവസം വീട്ടിൽ ചെയ്യും. ഓക്കെ, ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാ പരിപാടിയും ഒതുക്കി ഞങ്ങൾ തിരിച്ചു പോകാൻ. അപ്പം അതിനു മുമ്പ് പാത്തുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ഗൈസ്. പാത്തുവിന് എന്താ വേണ്ടേ? ടൈം തന്ന എല്ലാം മറക്കെടുക്കാം. ഡോൾസോ ഓക്കെ, ഇവിടെ വാടാ. ഡോൾസ് പറയണ കേട്ടോ, ടൈം തന്നാ ഞാൻ എല്ലാം പറക്കെടുത്തോളാന്ന്. എത്ര സെക്കൻഡ് ടൈം വേണ്ടേ? ആണോ? 30 seconds വേണ്ടേ? വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഭയങ്കര വേണോ? എന്തോ മേടിക്കാം. എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പോവാ. ഇന്ന് അവളുടെ ഡേ ആയി. എങ്ങനെയുണ്ട്? ഉത്സവം അടിച്ചു വിളിച്ചില്ലേ? ഒരുപാട് സന്തോഷം. എല്ലാവരും ഒന്ന് കാണിക്കണോ? അവിടെ ഇല്ലായിരുന്നു, ഇവിടെ കുടുംബത്താ. ഞാൻ മണൽ ക്ഷേത്രത്തിന്റെ അടുത്താ കുടുംബം. ഇവിടെ ഉത്സവം വേണ്ട അവിടെയാ. എന്തോ എഗെയിൻ. ഓക്കെ. ആ പാത്തു ഞാൻ പറയാം. ഓക്കെ അല്ലേ പാത്തു? അപ്പൊ എന്താ ഇങ്ങോ എവിടെ പോണ്? പറയുന്നതിന് ബോഡിയാണ് അവള്. ഒറ്റയ്ക്ക് പോണ്ടാ. എന്തോ ഹായ് ഹലോ സുഖല്ലേ? അവളെ നോക്കിയോ? ഓക്കെ മോളെ, ടാറ്റാ ബൈ. പാത്തു ഗൈസ്, പാത്തു എവിടാന്ന് പോലും അറിയത്തില്ല ഗൈസ്. പാത്തു ഗൈസ് ഇടയ്ക്കൊക്കെ പോയിക്കണം. ഇവിടെ ചേട്ടാ, ഇവിടെ ആളുണ്ട്. കയ്യിലടിക്കാതെ. ഇത് വേണോ? ഇതിങ്ങനെ പുക പോത്തേ ഉള്ളൂ. ഇഷ്ടമുള്ള കളിപ്പാട്ടം എടുക്കാം. പക്ഷെ ഞാൻ സ്റ്റോപ്പ് പറഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നോക്കി പയ്യെ എടുത്താൽ മതി. ധൃതി ഒന്നും വെക്കണ്ട കേട്ടാ. ആ അത് പറ്റത്തില്ല. ഓക്കെ ഒരു ഇല്ല അത് ചെവിയിൽ വെക്കുന്നയാ. അത് പാട്ട് കേൾക്കത്തില്ല ഗൈസ്. ഇത് പാത്തുവിന് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ പോണു ഗൈസ്. ഇടയ്ക്ക് നിങ്ങോട്ടോ? ഓ അടിപൊളി. ഹായ് ഗൈസ്. ഏതാ? ആ പുക വരുന്ന മേടിക്കാം. വെയിറ്റ് ചെയ്യ്, വേറെ എടുക്ക്. ഓ ഞാൻ ചത്ത് ഗൈസ്, സത്യം പറയാല്ലേ. ഇവളുടെ പുറകെ നടന്ന വയ്യ. ഏതാ? അത് വേണോ? ഉറപ്പാണോ? ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? ആ എടുത്തോ. വ്ലോഗാണ്. ആ എടുക്കാലോ. ഫോൺ എന്തേ? ഇതിലെടുത്താ മതിയോ? വീഡിയോ മതിയോ? വീഡിയോ ആണെങ്കിൽ റണ്ണിങ് ആണേ. ഫോട്ടോ എടുക്കണോ? അല്ലാതെ എല്ലാരും ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, വാ എന്തി പാത്തു എടുക്ക്. എന്തി ഓടണ്ട. അവൻ തോക്ക് വേണോ? തോക്ക് പെട്ടെന്ന് താഴെ വെച്ച് ഉരുട്ടുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ, കണ്ടോ ഡോൾസ്? ഗൈസ്, ഡോൾസ് വിയർത്ത് കുളിച്ച്, ഡോൾസിന് നിൽക്കാൻ വയ്യ. ആ ശരി, അതെടുത്തോ. അത് ഏത് കളർ വേണം?
ഏത് കളർ വേണം? അതാണോ? അത് ഇത് ഹായ് 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 മാമാന്നോ ചേട്ടാ വിളിക്കടാ. ഇതെങ്ങനെ ബാറ്ററി ആണോ കേട്ടോ? ഇപ്പൊ ഓൺ ആവുന്നില്ലല്ലോ. ഓ തിരിച്ചു പിടിക്കണം അല്ലേ? ആ ഇത് ഓക്കെയാണോ? ഇത് ഓക്കെയാണോ? എന്നാ പിടിച്ചോ. പറ 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 അടുത്ത പറ പെട്ടെന്നോട്ട്. ആ 4. ഓക്കെ 4 എടുത്ത് ബാ. ഇനി എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറയണം. പെട്ടെന്നോട്ട്. എനിക്ക് ലാസ്റ്റ് നോക്ക് ഒരെണ്ണോടെ എടുക്കാം. അത് മതിയാ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, പാത്തു ഇങ്ങോട്ട് നോക്കിയേ. മതിയാ? അത് കളർ അടിക്കുന്ന സാധനമാ പാത്തു. ഇത് നല്ല സാധനമാ, കളർ അടിക്കുന്ന സാധനമാ. ഓക്കെ ആണോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉറപ്പിക്കട്ടെ? ശരി ശരി. ആ പൊളിച്ചു താണ്ടോ. 1 2 3 4 5 കളിപ്പാട്ട്. ഓക്കെ ആണേ? ഒരാൾക്കാ. അതെത്ര കേട്ടോ? 200. ആ അത് കൊടുക്ക്. ഇങ്ങനെ നോക്കണം. അങ്ങോട്ടാ പറഞ്ഞേ. ഇങ്ങനെ വെച്ചാൽ 36 38 74 74 36 38 അല്ലേ? 74 15 890 എത്ര? 890 അല്ലേ? ശരി 890. ഗൈസ് ഇങ്ങോട്ട് വന്നത് കാറിൽ, തിരിച്ച് ഓട്ടോയിലാണ് ഗൈസ് നമ്മൾ പോണേ. ഓക്കെ ബൈ ബൈ. കാർ അപ്പാപ്പ കൊണ്ടുപോയി മോനെ. ഗൈസ് ഓട്ടോ വിളിച്ച് വന്ന് ഗൈസ്, പക്ഷെ കാശില്ല, ഗൂഗിൾ പേ ഇല്ലായിരുന്നു. ചെക്കനോട് കിട്ടും. ഓക്കെ മോനെ നടക്കട്ടെ കേട്ടോ. ഓക്കെ ഇല്ലല്ല ഷറാവട്ടെ. അങ്ങനെ നമുക്ക് ഒരു ഉത്സവം കൂടി അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു മക്കളെ. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വട്ടത്തെക്കാട്ടിയും ഭയങ്കര അതിൽ കൂടുതൽ ആളുകളെ നമ്മുടെ ഫോളോവേഴ്സിനെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ആരുടെങ്കിലുമൊക്കെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരുടെയും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1/4 മണിക്കൂർ കാണും ഈ വ്ളോഗ് ഉണ്ടാവും. എത്ര പേര് ഇത് മൊത്തം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇനി അങ്ങോട്ട് വ്ളോഗ് ഇടാൻ ശ്രമിക്കാൻ ഗൈസ്. കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നല്ല നല്ല കോണ്ടന്റുകളെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പാത്തു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പാത്തുവിന് ഇഷ്ടംപോലെ കളിപ്പാട്ടം കിട്ടിയില്ല അർഫാനെ. അവള് കൈ നിറച്ചെടുത്ത് ഇഷ്ടംപോലെ എടുത്ത് മാമന്മാർ വാങ്ങിച്ചു കൊടുത്തു. ആൻഡ് ബാക്കി എല്ലാവരും വീട്ടിലുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള എന്തെങ്കിലും വിശേഷം ഞാൻ ഇതിനകത്ത് ഇടുമോയെന്ന് എനിക്കറിയില്ല. ആൻഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അത് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ബൈ ഗൈസ്. അടുത്ത ദിവസം എന്താ പറയുക, ഒരു വർക്കിൽ നമ്മുടെ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വ്ളോഗ് ഇട്ടാലോ എന്ന് എനിക്ക് പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ലവ് യു ഗൈസ്. ബൈ.